ഞാൻ ഡോക്ടർ അനു ജോസ്. ഞാൻ ആയുർവേദ ഗൈനക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു. സ്ത്രീകൾ എപ്പോഴും അവരുടെ വജൈനൽ റീജിയൻ വൃത്തിയായി വെക്കാൻ ശ്രദ്ധിക്കുക. അവിടെ കഴുകുന്നതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇളം ചൂടുവെള്ളം ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ കഴിവതും ഗന്ധം കൂടിയതും അല്ലെങ്കിൽ രൂക്ഷത കൂടിയതുമായിട്ടുള്ള സോപ്പുകൾ, പെർഫ്യൂമുകൾ, മോയ്സ്ചറൈസുകൾ ഇവയുടെയൊക്കെ ഉപയോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതായിരിക്കും ആ ഒരു ഭാഗം വൃത്തിയായി സൂക്ഷിക്കുന്നതിന് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ കഴിവതും നമ്മൾ കോമൺ ടോയ്ലറ്റുകൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ടോയ്ലറ്റിൽ പോയതിന് ശേഷം ടവലുകളോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറുകളോ ഉപയോഗിച്ച് ആ ഭാഗം ഡ്രൈ ആയി വെക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വജൈനൽ ഏരിയയിൽ നിന്ന് പുറകിലോട്ട് കഴുകുക, അല്ലെങ്കിൽ മലദ്വാരത്തിൽ നിന്ന് അണുക്കൾ ഈ വജൈനൽ ഏരിയയിലേക്ക് വരാൻ ഇടയാകുകയും അതുവഴി ഇൻഫെക്ഷൻസ് കൂടാനും ഉള്ള സാധ്യത ഏറെയാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർത്തവ സമയത്തുള്ള ഹൈജീനാണ്. ആ സമയത്ത് നമ്മൾ വിചാരിക്കും നമുക്കിപ്പോൾ ബ്ലീഡിങ് കുറവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പാഡ് തന്നെ 6-7 മണിക്കൂറുകൾ കൂടുതൽ തന്നെ ഉപയോഗിക്കുന്ന ചില സ്ത്രീകളുണ്ട്. പക്ഷേ അങ്ങനെ ഉപയോഗിക്കുന്നതിന് പകരം ഒരു നിശ്ചിത സമയം എടുത്തതിന് ശേഷം, അതായത് 2 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ മാക്സിമം പാഡ് വെച്ചതിന് ശേഷം അതിലിപ്പോൾ ബ്ലീഡിങ് വന്നാലും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, പാഡുകൾ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ആ സമയത്ത് ഒട്ടുമിക്ക സ്ത്രീകളാണെങ്കിലും പെൺകുട്ടികളാണ് മടിക്കുന്ന ഒരു കാര്യമാണ് ടോയ്ലറ്റിൽ പോകാനും അല്ലെങ്കിൽ വാഷ് ചെയ്യാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂറിൻ പാസ് ചെയ്യാനുള്ളതൊക്കെ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഈ സമയത്താണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി നമ്മൾ പാഡുകൾക്ക് പകരം നമ്മൾ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ മെൻസ്ട്രൽ കപ്പാണെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം മാത്രം വീണ്ടും ഉപയോഗിക്കുക.